NDA പൊതുസമ്മേളന വേദി ആയ കലൂരിൽ നിന്നും KR ഗോപികൃഷ്ണൻ ചേരുന്നു. ഗോപികൃഷ്ണൻ, വിവിധ സർക്കാർ പരിപാടികൾ, BJPയുടെ പ്രചരണ പരിപാടി, അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ കൂടി വിപുലമായ പരിപാടികളുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? പ്രവർത്തകരൊക്കെ എത്തുന്നുണ്ടോ അങ്ങോട്ടേക്ക്? KR ഗോപികൃഷ്ണൻ. ഹാഷ്മി, ഈ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനമാണിത്. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദിവസത്തെ സന്ദർശനമാണെങ്കിൽ പോലും വളരെ വിപുലമായ പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് ഇവിടെയുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഒക്കെ തന്നെയാണ്. റെയിൽവേയുടെ പദ്ധതികൾ, അതോടൊപ്പം തന്നെ ദേശീയപാത അതോറിറ്റിയുടെ പദ്ധതികൾ, അതോടൊപ്പം BPCL, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പദ്ധതികൾക്ക് ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഒക്കെ നിർവഹിക്കാൻ പോകുന്ന സമയമാണിത്. അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ പവലിയനിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാഷ്മി, വളരെ ആകാംക്ഷയോടുകൂടി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൽ സ്വാഭാവികമായും ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്നത് പ്രകടന പത്രികയിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരിക്കും കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ നൽകാൻ പോകുന്നത്. NDAയിലെ നേതാക്കളും അണികളും ഒക്കെ ഒരുപോലെ തന്നെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. വളരെ വിപുലമായ സംവിധാനങ്ങളോട് ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അല്പസമയത്തിന് ഏതാണ്ട് 2:15 പ്രധാനമന്ത്രി കല്ലൂരിലെത്തുക. കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ NDAയുടെ രാഷ്ട്രീയ പരിപാടിയിലേക്ക് കടക്കുകയാണ്. അവിടെയാണ് പ്രകടന പത്രിക, അതിലെ പ്രഖ്യാപനങ്ങൾ, അതിന്റെ ഉള്ളടക്കം എന്തായിരിക്കുമെന്ന് പ്രധാനമന്ത്രി പറയാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് നടത്തിയ 5 ഇന്ദിരാ ഗ്യാരണ്ടി പോലെ അതിന് മറുപടിയായി എന്തൊക്കെ ഗ്യാരണ്ടികളായിരിക്കും, എന്തൊക്കെ മോദി ഗ്യാരണ്ടികളായിരിക്കും കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ NDA ഇക്കുറി വെക്കാൻ പോകുന്നത് എന്നതാണ് ആകാംക്ഷ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് NDA തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയത്. 25% വോട്ട് വിഹിതം എന്നതായിരുന്നു NDAയുടെ ലക്ഷ്യം. 14% NDAക്ക് ആർജിക്കാൻ കഴിഞ്ഞത്. 2 നഗരസഭകളുടെ ഭരണം NDA ലക്ഷ്യമിട്ടിരുന്നു, തൃശൂരും തിരുവനന്തപുരം. അവിടെ തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് അഹമ്മദാബാദിൽ തുടങ്ങിയത് ഇപ്പോൾ കേരളത്തിലും തുടങ്ങിയിരിക്കുന്നു, മാറ്റത്തിന്റെ കാറ്റ് വീശാൻ പോകുന്നു എന്നതാണ്. മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിയിലൂടെ എന്നതാണ് ഇത്തവണത്തെ പ്രഖ്യാപനം. കേരളത്തിലെ യുവജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് സാക്ഷാത്കരിക്കുന്ന ഒന്നായിരിക്കും ഇവിടെ നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ എന്നൊക്കെയുള്ള സൂചനകൾ വന്നു കഴിഞ്ഞു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരിക്കലും ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കേരളത്തിൽ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ലക്ഷ്യം വോട്ട് വിഹിതം കൂട്ടുക എന്നുള്ളതല്ല, മറിച്ച് പൊതുസമ്മതമായിട്ടുള്ള രാഷ്ട്രീയ വളർച്ച ഉറപ്പാക്കുക എന്നതാണ്. അതിനുതകുന്ന തരത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ സമയം പ്രധാനമന്ത്രി നടത്തിയേക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. വി അരവിന്ദ് കൂടി എന്നോടൊപ്പമുണ്ട്. അരവിന്ദ്, BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ NDAയെ സംബന്ധിച്ച് ഇവിടെ ഇന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അവർ മുന്നിൽ കാണുന്ന ലക്ഷ്യം വെക്കുന്നത് 25% വോട്ട് വിഹിതമാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞത് വോട്ട് വിഹിതമല്ല, എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും BJPക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വളർച്ച ഉണ്ടാകണം എന്നതാണ്. ഇത് മനസ്സിൽ കരുതിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളായിരിക്കുമോ പ്രധാനമന്ത്രി ഇവിടെ നടത്തുക? GK ഉറപ്പായിട്ടും. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു 25% വോട്ട് വിഹിതം എന്നതുകൊണ്ട് മാത്രം ഇന്ത്യ മുഴുവൻ പടർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഭരണം കൈയാളുന്ന ഒരു പാർട്ടിയെ തൃപ്തിപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തവണ അവർ ലക്ഷ്യം വെക്കുന്നത് ഉറപ്പായിട്ടും വിന്നിംഗ് സീറ്റുകൾ ഫോക്കസ് ചെയ്ത് മത്സരിക്കുക എന്നത് തന്നെയായിരിക്കും. അതിനുവേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ല, പത്തനംതിട്ട ജില്ലയിലെ 1-2 മണ്ഡലങ്ങൾ, എറണാകുളത്തെ തൃപ്പൂണിത്തുറ പോലുള്ള മണ്ഡലം, അതുപോലെ തൃശൂർ, പാലക്കാട്, കാസർഗോഡ് പോലുള്ള സ്ഥലങ്ങളിലെ അവർ സെലക്ട് ചെയ്യുന്ന A ക്ലാസ് മണ്ഡലങ്ങൾ വിജയിപ്പിച്ചെടുക്കുക എന്നത് തന്നെയായിരിക്കും ഇത്തവണ NDA ലക്ഷ്യമിടുന്നത്. അതിനുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഇന്ന് നടക്കുന്നത്. അതിനവർക്ക് മുമ്പിൽ അവർക്കൊരു ഊർജ്ജമായുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയമാണ്. അതിനുള്ള പ്രഖ്യാപനമാണ്. അതാണ് അവർ ഇന്ന് പ്രധാനമന്ത്രിയിലൂടെ ഈ പ്രഖ്യാപനത്തിലൂടെ ഈ പ്രകടന പത്രികയിലൂടെ ലക്ഷ്യമിടുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 25% വോട്ട് വിഹിതം കൊണ്ട് അവർക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം, 2031 അസംബ്ലി തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു പ്ലാൻ ബി കൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി അവരുടെ മനസ്സിലുണ്ടാകും. അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാനുള്ള ഒരു മാർഗം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അവർ കാണുക. അതുകൊണ്ട് തന്നെ അരവിന്ദ്, BJP നേതൃത്വത്തെ സംബന്ധിച്ച് അവർ അലട്ടുന്ന ഒരു പ്രശ്നം വലിയ മുന്നേറ്റം, അതായത് വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ സീറ്റുകൾ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത്. അതിന് നേതൃത്വം കണ്ടെത്തിയ ഒരു കാരണം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും, അതായത് ന്യൂനപക്ഷങ്ങളിലേക്കൊക്കെ BJPക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ന്യൂനപക്ഷങ്ങളോട് എത്തിച്ചേരാൻ വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യുന്നു, വിവിധ പരിപാടികൾ അവർ നടപ്പാക്കാൻ ശ്രമിച്ചു. എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൽ ഈ തരത്തിൽ BJPക്ക് ഒരു വ്യാപനം സാധ്യമാകാത്തത് എന്നത് ഒരുപക്ഷെ നേതൃത്വത്തെ കുഴയ്ക്കുന്ന ഒരു കാര്യമായിരിക്കാം. അത് പരിഹരിക്കാനുള്ള ശ്രമം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടേ? അല്ല, അത് തന്നെയാണ്. ഇപ്പൊ 2020 പോലൊരു സംഘടന NDAയുടെ ഭാഗമാകുന്നു, മുന്നണി വിപുലീകരിക്കുന്നു. 8-9 പുതിയ സംഘടനകളെ കൂടി, ചെറു ഗ്രൂപ്പുകളെ കൂടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ വിഭാഗങ്ങളിലേക്കും. ഇപ്പോ സാധാരണഗതിയിൽ നമുക്കൊരു പൊതു കാഴ്ചപ്പാടുള്ളത് തിരുത്തിക്കൊണ്ട് അവർ ദളിത് വിഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലേക്കും ഒക്കെ
ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്ന് ഈ ചെറിയ കാലം കൊണ്ട് തന്നെ അവർ തെളിയിച്ചു കഴിഞ്ഞു. അവർക്ക് വിന്നബിലിറ്റി എന്നുള്ളത് ഇപ്പൊ നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താൽ ഏകദേശം ആ ഫോർമുലകൾ പലയിടത്തും വിജയിച്ചതായിട്ടും കാണാം. അപ്പം ബി ജെ പിക്ക് ഒരു പ്ലാൻ അവരുടെ ഉള്ളിൽ, അവരുടെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഉണ്ട്. അത് നടപ്പാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇപ്പോൾ അവർക്ക് ഇന്ത്യയിലുണ്ട്. അത് പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ബീഹാറിൽ ഇപ്പൊ ഭരണമാറ്റം സംഭവിച്ചത്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നടക്കുന്നത്, വെസ്റ്റ് ബംഗാളിൽ ഇനി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്, ഇതെല്ലാം അവരുടെ ഒരു വളരെ ദീർഘകാല ഇൻവെസ്റ്റ്മെന്റിലൂടെ അവർ നടത്തിയെടുക്കുന്നതാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് അവർ കേരളത്തിലും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അത് ഫലത്തിലെത്തിയിരിക്കുന്നു. അതാണ് ഞാൻ കാണുന്നത്. ശരി, ഏതായാലും അല്പസമയത്തിനകം തന്നെ, അതായത് പ്രധാനമന്ത്രി എത്താൻ പോകുന്നത് 11:45 അതിനുശേഷം ധീവരസഭയുടെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനമുണ്ട്. അതിനുശേഷമായിരിക്കും മറൈൻ ഡ്രൈവിൽ നിന്ന് കല്ലൂരിലേക്ക് എത്തുക. ഹാഷ്മി, BJP NDA നേതൃത്വം വളരെ ആകാംക്ഷയോടും ആവേശഭരിതമായിട്ടുമാണ് പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള ഈ രണ്ടാം വരവിനെ കാണുന്നത്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. ഹാഷ്മി, KR ഗോപികൃഷ്ണൻ VA രഘുനാഥാണ് അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകി. എന്തായാലും അതിന് ഇടയ്ക്കാണ് രാഷ്ട്രീയവാദം. അത് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിയെ പരിപാടിക്ക് വിളിച്ചില്ല എന്നുള്ളതാണ്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ അവിടെ ദേശീയപാതയിൽ ഒരു പ്രതിഷേധ റോഡ് ഷോ നടക്കാനും പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.